യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് us ആണ്. ഓക്കെ, അപ്പം നമുക്ക് റെഡി ആവാം. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. രണ്ടുപേരും വൈറ്റ് തന്നെയാണ്, പക്ഷേ കളർ ജസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ള ഒരു ഓഫ് വൈറ്റും പിന്നെ ഒരു പിങ്കിഷ് വൈറ്റും ആയിട്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളെവിടെയും പോകുന്നില്ല, ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ സൺസ്ക്രീൻ ഇട്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഈ സൺസ്ക്രീന് ഒരു റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും ഞാൻ പുതിയതായിട്ട് യൂസ് ആക്കാൻ തുടങ്ങിയത് ഫോക്സിലിലാണ്. അതിൻ്റെ എന്തായാലും റിവ്യൂ ഞാൻ ഉടനെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നമുക്ക് ഈ ആധുനികമായ രീതിയിലുള്ള മേക്കപ്പ് ഇടലൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടേതായ രീതിയിലുള്ള ഒരു ഇതൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് എന്തിടും എന്ന് വെച്ചപ്പോൾ എന്തായാലും ഐഷാഡോ എങ്കിൽ ഐഷാഡോ എന്നാൽ പിന്നെ അതിടാന്ന് വെച്ചു. അപ്പോൾ പാത്തുവിന് ഐഷാഡോ നല്ല രസമാണ് കേട്ടോ. ഞാനങ്ങനെ അവൾ പൊതുവേ ഇടാറുള്ള ഒരു ഷെയ്ഡ് എന്തായാലും ഇട്ട് കൊടുത്ത്, പിന്നെ അതിട്ടിട്ട് എന്തൊക്കെയോ ഇരുന്നങ്ങ് പറയുക. അടുത്തത് എൻ്റെ ടേണാണ്. ഞാൻ പൊതുവേ അങ്ങനെ ഈ ഐഷാഡോ ഇടലില്ല. ഇത് തന്നെ അവളുടെ ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ പിന്നെ എനിക്കൊരു ഷെയ്ഡ് അവൾ സെലക്ട് ആക്കി അതിട്ടു. ഞാൻ ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. പിന്നെ അത് കുറേ നേരം അത് നോക്കി കൊള്ളാവോ. അതിന് ശേഷം നമ്മുടെ മെയിൻ സാധനമായ സ്ട്രോപ്പ് ക്രീം ഇതുണ്ടെങ്കിലല്ലേ ഇത്തിരി വെട്ടിത്തിളങ്ങത്തുള്ള കഴിച്ചു. ഇപ്പം എൻ്റെ മെയിൻ ഇതാണ് കേട്ടോ, സ്ട്രോപ്പ്. ഒരു അടിപൊളി സാധനമാണ് NYBയുടെ ഈ സ്ട്രോപ്പ് ക്രീം. നമ്മളിട്ട് കൊടുക്കുന്നിടം നല്ല തിളങ്ങി ഇങ്ങനെ വെട്ടിത്തിളങ്ങും എന്നൊക്കെ പറയാം. വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കാം. പണ്ടൊക്കെ ഉണ്ടല്ലോ അവിടെ ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരുങ്ങലും കാര്യങ്ങളൊക്കെ ഈ സ്നാപ്പിൽ ഇങ്ങനെ വ്ളോഗ് അയക്കലുണ്ടായിരുന്നു. അന്നിട്ട് മെയിൻ പരിപാടി ഇത് തന്നെ ആയിരുന്നു. പണ്ടേ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലൊക്കെ വേണം. ബട്ട് ഫൈനലി ഇപ്പോഴാണത് നടന്നത്. അതൊക്കെ പോട്ടെ. എന്തായാലും അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പം ഭയങ്കര ആധുനികമായിട്ട് അവിടെ ഇടണം ഇവിടെ ഇടണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് അറിയാവുന്ന പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പാത്തു ആദ്യമായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവളും അതൊക്കെ ഇട്ട്. അതിനുശേഷം ഇപ്പം ഞാൻ പുതിയൊരു ബ്ലഷ് മേടിച്ചു, ഇൻസൈറ്റിൻ്റെ ഒരു പുതിയ ബ്ലഷ് മേടിച്ചു. അപ്പം ഞാൻ ആ ബ്ലഷാണ് ഇട്ടത്. പിന്നെ ഒരു ബ്രഷ് ഉള്ളത് കൊണ്ട് അവൾ അത് വെച്ചിട്ട് അവൾ ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്ലഷ് ഒരു ക്രീമി ടെക്സ്ചറാണ്, അവളുടേതൊരു പൗഡർ ആ ഒരു ടൈപ്പ് ടെക്സ്ചർ വന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനമായ ഐലൈനർ വരച്ച് കൊടുത്തു. ഐലൈനർ ഇല്ലെങ്കിൽ കണ്ണൂർ മാതിരി ചത്ത കണക്കല്ലേ, അങ്ങനെ പിന്നെ ഐലൈനറും വരച്ച് കൊടുത്തു. ഫോണിൽ നോക്കി വരയ്ക്കലൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണാടി നോക്കി വരച്ചു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അത് ഗ്ലോ ചെയ്യുന്നില്ലേ മാഷാഅല്ലാ. അപ്പോൾ അതിന് ശേഷം പിന്നെ മസ്കാര എടുത്തു. ഈ വക സാധനങ്ങളൊക്കെ അവൾ യൂസ് ആക്കുന്നതാണ്. ഞാൻ ഈ മസ്കാര ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ പൊതുവേ അതൊന്നും യൂസാക്കി ശീലമില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവൾക്ക് മസ്കാര ഇട്ടെടുത്തു. നല്ല വലിയ പീലി കേട്ടോ പാത്തിൻ്റെ കണ്ണിൽ. അപ്പോൾ അത് നല്ല രസമാണ് ഇതാക്കാൻ. അപ്പോൾ അവളിങ്ങനെ പറയാം എനിക്കും ഉണ്ട് പീലി, പക്ഷേ അവളുടെ അത്രയും. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം എന്താ, പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്തൊക്കെ ഇട്ടില്ലെങ്കിലും ഈ സാധനം ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ലിപ്സ്റ്റിക്ക്. അതിന് മുന്നേ എൻ്റെ ബേസായ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈനർ ചെയ്ത് കൊടുത്തു. ലിപ്പ് ലൈനർ ഒന്നും ഞാൻ പൊതുവേ ചെയ്യുന്ന സാധനമേ അല്ല. പിന്നെ പാത്ത് കൊണ്ടുവന്നപ്പോൾ എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ലിപ്പ് ലൈനറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിന്. ഇതിന് മുന്നേ ലിപ്പ് ലൈനർ ഒന്ന് യൂസ് ആക്കിയിട്ട്. പിന്നെ നമ്മുടെ മെയിൻ താരമായ ലിപ്സ്റ്റിക്ക്. അപ്പോൾ എൻ്റെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. ഇത് മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ പാത്തും അതിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കോ അതൊക്കെ തന്നെയാണ് എന്തോ യൂസ് ആക്കിയത്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു. ചെറിയൊരു കളർ എന്തോ കുറവ് പോലെ തോന്നിയപ്പം അവളുടെ ചുണ്ട് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇട്ടപ്പോൾ ഒരു നല്ലൊരു ഇത്രയും തെറിപ്പിച്ച കളറൊന്നും ഞാൻ പൊതുവെ ഇടാറില്ല, എന്നാലും കിടക്കട്ടെ എന്ന് വെച്ചാൽ. അതും കഴിഞ്ഞ് പാത്തുവിൻ്റെ ഒരു വളയിട്ട് നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗൈസ്. ഇതായിരുന്നു ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, ലവ് യു ഓൾ.